Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. മർഡർ അക്യൂസ്ഡ് എന്നാൽ പ്രതി. മർഡർ അക്യൂസ്ഡ് കൊലപാതക കേസിലെ പ്രതി വാസ് കിൽഡ്. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: മർഡർ അക്യൂസ്ഡ് വാസ് കിൽഡ്. കൊലപാതക കേസിലെ പ്രതി കൊല്ലപ്പെട്ടു. ഇൻ ബ്രോഡ് ലൈറ്റ്. ബ്രോഡ് ലൈറ്റ് എന്നാൽ പട്ടാപകൽ സമയം എന്നുള്ള അർത്ഥമാണ്. പകൽ സമയത്ത് ഒരു കൊലപാതക കേസിലെ പ്രതി കൊല്ലപ്പെട്ടു. കൊലപാതക കേസിലെ പ്രതിയെ കൊലപ്പെടുത്തി. ഓൺ റോഡ് സൈഡ് ഇൻ കേരളാസ് കൊല്ലം. കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് സംഭവം. കൊല്ലം ജില്ലയിൽ റോഡ് സൈഡിൽ വെച്ചാണ് പട്ടാപകൽ സമയം ഒരു കൊലപാതക കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയത്. ഫോർ അറസ്റ്റഡ്. 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവിടെയും ഇത് ഇങ്ങനെ വായിക്കണം: ഫോർ വേർ അറസ്റ്റഡ്. 4 പേർ അറസ്റ്റിലായി. കൊല്ലം, കേരള, മാർച്ച് 14. മാർച്ച് 14-ാം തീയതിയാണ് സംഭവം. എ മർഡർ അക്യൂസ്ഡ്. ഒരു കൊലപാതക കേസിലെ പ്രതി ഔട്ട് ഓൺ ബെയിൽ. ബെയിൽ എന്നാൽ ജാമ്യം. അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തായിരുന്നു, ജാമ്യത്തിലായിരുന്നു. അദ്ദേഹം വാസ് കിൽഡ് കൊല്ലപ്പെട്ടു. ഇൻ ബ്രോഡ് ലൈറ്റ് പട്ടാപകൽ സമയം. ഹിയർ ഓൺ സാറ്റർഡേ ശനിയാഴ്ച ദിവസം. ബൈ എ ഗ്രൂപ്പ് ഒരു കൂട്ടം ആളുകളാലാണ് ഇദ്ദേഹം പട്ടാപകൽ സമയം കൊല്ലപ്പെട്ടത്. ആംഡ് വിത്ത് വെപ്പൺസ്. ആംഡ് എന്നാൽ ആയുധധാരികളായ എന്നുള്ള അർത്ഥമാണ്. വെപ്പൺസ് എന്നാൽ ആയുധങ്ങൾ. ആയുധധാരികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാൽ ആണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. പോലീസ് പറഞ്ഞു. ലേറ്റർ ഇൻ ദ ഡേ. ഇന്ന് കുറച്ച് സമയത്തിന് ശേഷം. 4 പേഴ്സൺസ്. 4 വ്യക്തികൾ. 2 ഓഫ് ഹും അലേജ്ഡ്ലി ക്യാരീഡ് ഔട്ട് ദി അറ്റാക്ക്. ക്യാരീഡ് ഔട്ട് എന്നാൽ നടപ്പിലാക്കിയ എന്നുള്ള അർത്ഥമാണ്. അലേജ്ഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്ന, പറയപ്പെടുന്ന. ഈ ആക്രമണം നടത്തി എന്ന് പറയപ്പെടുന്ന, അതിൽ ആരോപിക്കപ്പെടുന്ന 2 വ്യക്തികൾ വേർ അറസ്റ്റഡ്. അവരെ അറസ്റ്റ് ചെയ്തു. 2 പേരാണ് ആക്രമണം നടത്തിയത്. 4 പേർ അറസ്റ്റിലായി. കേസുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിലായി. പോലീസ് പറഞ്ഞു. ആഡിങ് ദാറ്റ് എ സെർച്ച് വാസ് ഓൺ ഫോർ ദ അതേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ഇൻസിഡൻറ്റ്. ഇൻവോൾവ്ഡ് ഇൻ ദി ഇൻസിഡൻറ്റ് എന്നാൽ ഈ സംഭവത്തിൽ പങ്കെടുത്ത. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. കൂടാതെ ഈ സംഭവത്തിൽ പങ്കെടുത്ത മറ്റു ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. വിച്ച് ഒക്കേർഡ് അറ്റ് അറൗണ്ട് 11 AM. അറൗണ്ട് എന്നാൽ ഏകദേശം. ഈ സംഭവം ഏകദേശം രാവിലെ 11 മണിയോടെയാണ് നടന്നത്. എ സീനിയർ പോലീസ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്. ജില്ലയിലെ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ടോൾഡ് റിപ്പോർട്ടേഴ്സ്. ടോൾഡ് എന്നാൽ പറഞ്ഞു. റിപ്പോർട്ടർമാരോട് ഒരു മുതിർന്ന ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. റൈറ്റ് ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിന് ശേഷം ഉടനെ തന്നെ. ഓൾ ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ബോർഡേഴ്സ്. ഇൻ്റർസ്റ്റേറ്റ് ബോർഡേഴ്സ് എന്നാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ എന്നുള്ള അർത്ഥമാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ജില്ലാ അതിർത്തികളും സംസ്ഥാന അതിർത്തികളും വേർ അലേർട്ടഡ്. ഈ സംസ്ഥാന അതിർത്തികളിലും ജില്ലാ അതിർത്തികളിലും അറിയിച്ചു. ആൻഡ് സീൽഡ് ആൻഡ് വേർ ടോൾഡ് ടു ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ദി അസൈലൻസ്. സീൽ എന്നാൽ അടച്ചിടുക എന്നുള്ള അർത്ഥം. സീൽഡ് അടച്ചിട്ടു. ആൻഡ് വേർ ടോൾഡ് പറഞ്ഞു. ടു ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ദി അസൈലൻസ്. അസൈലൻസ് എന്നാൽ അക്രമകാരികൾ എന്നുള്ള അർത്ഥമാണ്. ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾ. ലുക്ക് ഔട്ട് എന്നാൽ നിരീക്ഷണം. ജില്ലയിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടർമാരോട് പറഞ്ഞു. സംഭവം നടന്ന ഉടനെ തന്നെ എല്ലാ സംസ്ഥാന അതിർത്തികളിലും ജില്ലാ അതിർത്തികളിലും അലേർട്ട് ചെയ്യുകയും അടച്ചിടുകയും ചെയ്തു. കൂടാതെ ആക്രമണം നടത്തിയവരെ കണ്ടെത്താൻ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകി. ദർ വിൽ ബി ഉണ്ടാകും. എൻ എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണം. എഫക്റ്റീവ് എന്നാൽ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. ഇൻ ദ മാറ്റർ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള നല്ല അന്വേഷണം ഉണ്ടാകും. സച്ച് ഗുണ്ട ആക്ടിവിറ്റീസ്. ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവൃത്തികൾ വിൽ നോട്ട് ബി ടോളറേറ്റഡ്.
ടോളറേറ്റ് എന്നാൽ ക്ഷമിക്കുക എന്നുള്ള അർത്ഥം, അനുവദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവൃത്തികൾ അനുവദിക്കാൻ സാധിക്കുകയില്ല, അത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ദർ വിൽ ബി നോ കോംപ്രമൈസ്. കോംപ്രമൈസ് എന്നാൽ ഒത്തുതീർപ്പ് എന്നുള്ള അർത്ഥം. അനുരഞ്ജനം. ദർ വിൽ ബി നോ കോംപ്രമൈസ്. അനുരഞ്ജനം ഉണ്ടായിരിക്കുകയില്ല ഇൻ സച്ച് മാറ്റേഴ്സ്. ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അനുരഞ്ജനം, ഒത്തുതീർപ്പുകൾ ഉണ്ടായിരിക്കുകയില്ല, വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കുകയില്ല. വി ഹാവ് ഓൾസോ സീസ്ഡ്. സീസ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥം. ഞങ്ങൾ ഇതും പിടികൂടിയിട്ടുണ്ട്. ദ വെഹിക്കിൾ യൂസ്ഡ് ഇൻ ദ അറ്റാക്ക് ആൻഡ് അതർ മെറ്റീരിയൽസ്. അതർ മെറ്റീരിയൽസ് എന്നാൽ മറ്റുള്ള വസ്തുക്കൾ, യൂസ്ഡ് എന്നാൽ ഉപയോഗിച്ച, വെഹിക്കിൾ എന്നാൽ വാഹനം. ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാഹനവും മറ്റുള്ള വസ്തുക്കളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വി വിൽ സൂൺ ക്യാച്ച്. ക്യാച്ച് എന്നാൽ പിടികൂടുക. വി വിൽ സൂൺ ക്യാച്ച്. ഞങ്ങൾ പെട്ടെന്ന് പിടികൂടും. ദ റെസ്റ്റ് ഓഫ് ദം. ബാക്കിയുള്ളവരെയും ഞങ്ങൾ പെട്ടെന്ന് പിടികൂടും. ദ ഓഫീസർ സെഡ്. ഈ ഉദ്യോഗസ്ഥൻ, ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദി ഓഫീസർ ഓൾസോ സെഡ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുകൂടെ പറഞ്ഞു. ദാറ്റ് എ സ്പെഷ്യൽ ടീം വാസ് ഫോംഡ്. ഫോം എന്നാൽ രൂപവൽക്കരിക്കുക എന്നുള്ള അർത്ഥം. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്, ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കാൻ വേണ്ടി. ദ മാറ്റർ സൂൺ ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ്. ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ് എന്നാൽ ഈ സംഭവത്തിന് ശേഷം. ഈ സംഭവത്തിന് ശേഷം ഈ അന്വേഷണം, ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏർലിയർ ഇൻ ദ ഡേ. ഇന്ന് നേരത്തെ, ഇന്നത്തെ ദിവസം നേരത്തെ, ആൻ ഓഫീസർ ഓഫ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ സെഡ്. കരുനാഗപ്പള്ളിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സെഡ് ദാറ്റ് പറഞ്ഞു. ദി ഇൻസിഡൻറ്റ് ഒക്കേർഡ്. ഈ സംഭവം സംഭവിച്ചത് ആഫ്റ്റർ, അതിനുശേഷമാണ്. ആഫ്റ്റർ ദ മർഡർ അക്യൂസ്ഡ്. ഈ കൊലപാതക കേസിലെ പ്രതി. ഓൾസോ നോൺ ഗ്യാങ്സ്റ്റർ. നോൺ ഗ്യാങ്സ്റ്റർ എന്നാൽ അറിയപ്പെടുന്ന ഗുണ്ട. ഗ്യാങ്സ്റ്റർ എന്നാൽ ഗുണ്ട. ഇതിനു ശേഷമാണ് ഈ സംഭവം സംഭവിച്ചത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വാസ് റിട്ടേണിംഗ് ഫ്രം ദ സ്റ്റേഷൻ. ആ പ്രതി സ്റ്റേഷനിൽ നിന്നും തിരിച്ചു പോകുകയായിരുന്നു. ഈ അറിയപ്പെടുന്ന ഗുണ്ട, ഇദ്ദേഹം സ്റ്റേഷനിൽ നിന്നും തിരിച്ചു പോകുകയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം സംഭവിച്ചത് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അക്കോർഡിംഗ് ടു വിഷ്വൽസ് ഓഫ് ദി ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രകാരം, സംഭവത്തിൻ്റെ ദൃശ്യത്തിൽ കാണപ്പെടുന്നത് പ്രകാരം. എയേർഡ് ഓൺ TV ചാനൽസ്. എയേർഡ് എന്നാൽ സംപ്രേഷണം ചെയ്ത എന്നുള്ള അർത്ഥമാണ്. ഓൺ TV ചാനൽസ്. TV ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത ഈ ദൃശ്യങ്ങൾ പ്രകാരം ദി അറ്റാക്കേഴ്സ് വേർ ചേസിങ്. ഈ അക്രമികൾ വേർ ചേസിങ്, പിന്തുടരുകയായിരുന്നു. ദ കാർ ഓഫ് ദി അക്യൂസ്ഡ്. ഈ പ്രതിയുടെ കാർ പിന്തുടരുകയായിരുന്നു. ആലുവ അതുൽ എന്നാണ് പ്രതിയുടെ പേര്. ആ പ്രതിയുടെ കാർ പിന്തുടരുകയായിരുന്നു. ഇൻ ദെയർ ഓൺ വെഹിക്കിൾ. അവരുടെ സ്വന്തം വാഹനത്തിൽ ആ പ്രതികൾ, ഈ അക്രമികൾ ഇദ്ദേഹത്തെ, ആലുവ അതുലിനെ പിന്തുടരുകയായിരുന്നു. നാഷണൽ ഹൈവേ 66 നിയർ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിക്കടുത്ത് നാഷണൽ ഹൈവേ 66 അവരെ പിന്തുടരുകയായിരുന്നു. അറ്റ് വൺ പോയിന്റ് ഒരു ഘട്ടത്തിൽ. പുഷ് ദിസ് കാർ. പുഷ് എന്നാൽ ഇവിടെ ഇടിക്കുക എന്നുള്ള അർത്ഥമാണ്. പുഷ് ദിസ് കാർ. അദ്ദേഹത്തിൻ്റെ കാറിൽ ഇടിച്ചു. ഇൻടു എ ഡിച്ച്. എന്നിട്ട് ഡിച്ച് എന്നാൽ ഇവിടെ കിടങ്ങ് എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കാർ ഒരു കിടങ്ങിലേക്ക് തള്ളിയിട്ടു. ഓൺ ദ റോഡ് സൈഡ്. റോഡ് സൈഡിലുള്ള ഒരു കിടങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ കാർ കുത്തി തള്ളിയിട്ടു. സബ്സിക്വൻ്റ്ലി അതിനുശേഷം 4 to 5 persons, 4 മുതൽ 5 ആളുകൾ, ആംഡ് വിത്ത് സ്റ്റിക്സ് എന്നാൽ ദണ്ഡുകളെ എന്ത് ചെയ്യുക, ആംഡ് വിത്ത് സ്റ്റിക്സ് ദണ്ഡുകളെ എന്ത് ചെയ്യുക, ആൻഡ് അതർ ഷാർപ്പ് വെപ്പൺസ് എന്നാൽ ആയുധങ്ങൾ, ഷാർപ്പ് എന്നാൽ മൂർച്ചയുള്ള മറ്റ് ആയുധങ്ങളും ദണ്ഡുകളും ഏന്തിയ ആളുകൾ. സ്മാഷ്ഡ് ദ വിൻഡോസ്. സ്മാഷ്ഡ് എന്നാൽ അടിച്ചു തകർത്തു എന്നുള്ള അർത്ഥം. ദ വിൻഡോസ് ഗ്ലാസുകൾ അടിച്ചു തകർത്തു. വിൻഡോസ് ഓഫ് അതുൽസ് കാർ. അതുലിൻ്റെ കാറിൻ്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു. ഫ്രം ഓൾ സൈഡ്സ് എല്ലാ സൈഡുകളിൽ നിന്നും വാഹനത്തിൻ്റെ വിൻഡോകൾ അടിച്ചു തകർത്തു. ആൻഡ് ദെൻ പുൾഡ് ഹിം ഔട്ട്. അതിനുശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചെടുത്തു. പുൾഡ് ഹിം ഔട്ട് എന്നാൽ അദ്ദേഹത്തെ പുറത്തേക്ക് വലിച്ചെടുത്തു.
ആൻഡ് ബ്രൂട്ടലി കിൽഡ് ഹിം. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തെ ബ്രൂട്ടലി എന്നാൽ ക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ദേ ലെഫ്റ്റ് അവർ അവിടം വിട്ടു പോയി. ദ ഏരിയ പ്രദേശം വിട്ട് അവർ പോയി. ഇൻ ദയർ വെഹിക്കിൾ അവരുടെ വാഹനത്തിൽ അവർ അതിനുശേഷം ആ പ്രദേശം വിട്ടു പോയി. പോലീസ് സെഡ് ദാറ്റ് പോലീസ് പറഞ്ഞു അതുൽ വാസ് ഡിക്ലയേർഡ് ഡെഡ് അതുൽ മരണപ്പെട്ടു, അതുലിൻ്റെ മരണം പ്രഖ്യാപിച്ചു. വെൻ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ വെച്ച് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. ആൻഡ് ദേ വർ ഇൻവെസ്റ്റിഗേറ്റിംഗ് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൂ വാസ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.